പ്രവാചകൻ ഒരിക്കൽ മിമ്പറിൽ ഇരുന്നുകൊണ്ട് 3 തവണ ആമീൻ 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 എന്ന് പറയുന്നു. മുന്നിലിരിക്കുന്ന ശ്രോതാക്കളായ സ്വഹാബത്തിന് കാര്യം മനസ്സിലായില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോ സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ് പ്രവാചകരെ നിങ്ങൾ 3 തവണ ആമീൻ എന്ന് പറഞ്ഞത്? ആ സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞു, ഞാൻ മിമ്പറിൽ ഇരിക്കുന്ന സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് റഗിമ അംഫഹു, ഒരു മനുഷ്യൻ നശിച്ചു പോവട്ടെ എന്ന് പറഞ്ഞ് ജിബ്രീൽ 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. ആ 3 പ്രാർത്ഥനകൾക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. ഒരു മനുഷ്യൻ നശിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കേ? സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ആ വിഷയം വിശദീകരിച്ചു. ജിബ്രീലിന്റെ പ്രാർത്ഥന, ജിബ്രീൽ ആദ്യമായി പ്രാർത്ഥിച്ചത്, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവന് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് ആ മാതാപിതാക്കൾ മുഖേന സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു മനുഷ്യൻ, റഗിമ അംഫഹു, അവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. പ്രവാചകൻ ആമീൻ പറഞ്ഞു. രണ്ടാമതായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, ഒരു മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തൊരുത്തൻ, റഗിമ അംഫഹു, അവനും നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. പ്രവാചകൻ ആമീൻ പറഞ്ഞു. മൂന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ ദിനരാത്രങ്ങൾ കിട്ടിയിട്ട് ആ റമദാൻ കൊണ്ട് തന്റെ ജീവിതം നന്നാക്കാൻ കഴിയാത്തൊരുത്തൻ, തന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റിന്റെ കുറ്റത്തിന്റെ ബാണ്ടക്കെട്ടുകൾ റമദാൻ കൊണ്ട് ഇറക്കി വെക്കാൻ കഴിയാത്ത മനുഷ്യൻ, റഗിമ അംഫഹു, അവനും നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. പ്രവാചകൻ ആമീൻ പറഞ്ഞു. ഈ പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കുമ്പോ ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രപഞ്ചത്തിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും മിൻബറിന്റെയും ഇടയിൽ റൗള എന്ന് റസൂൽ വിശേഷിപ്പിച്ച പ്രപഞ്ചത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥലത്ത് വെച്ച് മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചെങ്കിൽ, ആ പ്രാർത്ഥനക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞെങ്കിൽ, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല എന്ന വിഷയത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസത്തിന് പ്രസക്തിയില്ല. ഒരുപാട് റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയി. നമ്മുടെ വയസ്സൊന്ന് കണക്കുകൂടി നോക്കുക. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് 50 വയസ്സാണ് ഇപ്പൊ നമുക്കെങ്കിൽ, അല്ലെങ്കിൽ 55-60 വയസ്സാണ് നമുക്കെങ്കിൽ, അത്രയും വർഷം, അത്രയും റമദാനുകൾ നമ്മുടെ ആയുസിന്റെ ഏടിൽ നിന്ന് കഴിഞ്ഞുപോയി. എന്തു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ടുള്ളത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തി പുനർവിചിന്തനം നടത്തണമെന്ന് ആത്മാർത്ഥമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന റമദാനിലെങ്കിലും നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം.